തുടങ്ങിയിട്ടുണ്ട്. മോഹൻലാൽ തോക്ക് പിടിച്ച രീതി ശരിയായില്ല എന്നാണ് ഇക്ക ഫാൻസിൻ്റെ ഇപ്പോഴത്തെ കരച്ചിൽ. മറ്റൊന്നും കണ്ടെത്താനാകാത്തത് കൊണ്ടാകും തോക്കിൽ കയറി പിടിച്ചത്. ചിലരൊക്കെ ലൂസിഫറിൻ്റെ ട്രെയിലറിൻ്റെ അത്രയും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്നുണ്ട്. ലാൻ ഫാൻസ് എന്ന പേരിൽ വ്യാജ പേരിൽ ഇപ്പോൾ ഉദാഹരണത്തിന് രാജാവിൻ്റെ മകൻ എന്ന അക്കൗണ്ടിൽ നിന്നൊക്കെ ഉയരുന്ന കരച്ചിലാണ് കരച്ചിൽ. എന്ത് കരച്ചിലാണ് പൊന്നേ, സഹിക്കണില്ല കേട്ടോ. പല സൈസ് വട്ടം കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ടം ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ തമ്പുരാക്കന്മാര് എത്ര നേരമെന്ന് വെച്ചാൽ ഇങ്ങനെ കരഞ്ഞോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇനിയൊന്ന് മാറ്റിപ്പിടി. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, എമ്പുരാൻ ട്രെയിലർ ഒരു ഗ്ലിംസ് മാത്രമാണ്. ഇക്ക ഫാൻസിൻ്റെ നെഞ്ചിൽ ബോംബ് പൊട്ടിക്കുന്ന വൻപൻ കാഴ്ചകളും അപ്ഡേറ്റ്സും വരാനുണ്ട്. ചിത്രത്തിലെ അഭിനേതാക്കൾ മുതൽ ടെക്നീഷ്യന്മാർ വരെ ഇനിയും പടത്തിൽ ഒളിപ്പിച്ച വെളിപ്പെടാനുള്ള എന്തെല്ലാമുണ്ട്. ട്രെയിലർ ലോഞ്ചിനെത്തിയ ഇക്ക വരെ ചിലപ്പോൾ സിനിമയിൽ കണ്ടേക്കാം. എങ്കിൽ പിന്നെ പടം ഇക്കയുടെ ആക്കി ആഘോഷിക്കാമല്ലോ അല്ലേ? അത് വേണ്ട, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേക്ക്. നിങ്ങൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഡീഗ്രേഡ് ചെയ്താലും എമ്പുരാനെ തകർക്കാൻ കഴിയില്ല മക്കളെ. കാരണം നിങ്ങളുടെ തന്ത അല്ല പൃഥ്വിരാജിൻ്റെ തന്ത. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല, എൻ്റെ തന്ത. ഇത് കംപ്ലീറ്റ് ഇല്യൂമിനാറ്റി സെറ്റപ്പാണ്. ട്രെയിലറിൽ പോലും 10ലേറെ തവണ ഇല്യൂമിനാറ്റി അടയാളങ്ങളും സൂചനകളും കാണിക്കുന്നുണ്ട്. ഓൾ ഓഫ് മിനർവ, 666, ഫാലൻ ക്രോസ്, ദ ഐ ഓഫ് പ്രൊവിഡൻസ്, ഹെക്സഗ്രാമം മിസ്റ്റിക്കം, അങ്ങനെ എന്തെല്ലാം. ഇല്യൂമിനാറ്റി എന്നാൽ എന്താണ് എന്നല്ലേ? ഫാളൻ ഏഞ്ചൽ അഥവാ ദൈവത്തിന് പോലും അസൂയ തോന്നിയ ദൈവത്തിൻ്റെ താഴെയുള്ള രണ്ടാമൻ, ലൂസിഫർ, സാത്താൻ ലോകം വാഴുന്ന ഈ കാലത്ത് എമ്പുരാനെ തോൽപ്പിക്കാനാകുമോ? ലോകം വാഴുന്ന ഗൂഗിളും ഫേസ്ബുക്കും മുതൽ പെപ്സിയും കൊക്കോക്കോളയും മൈക്രോസോഫ്റ്റും വാൾട്ട് ഡിസ്നിയും വരെ ലോകത്തെ അറിയപ്പെടുന്ന വമ്പൻ ബ്രാൻഡുകളെല്ലാം ഇല്യൂമിനാറ്റികളാണ് എന്നാണ് പറയുന്നത്. ഇവരാണിപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പോലും പറയാം. കേരളത്തിൽ ഇല്യൂമിനാറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിലെത്തുക പൃഥ്വിരാജിൻ്റെ പേരായിരിക്കും. ഇനി മോഹൻലാൽ ഇല്യൂമിനാറ്റി ആണോ എന്ന് ചോദിച്ചാൽ പൃഥ്വിരാജിൻ്റെ കൂടെ ചേർന്ന് അതായിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്തായാലും എമ്പുരാനെ ഡീഗ്രേഡ് ചെയ്ത് സമയം കളയണ്ട, ഒരു കാര്യവും ഉണ്ടാവില്ല. ഈ പടം ലാൽ ഫാൻസ്കാർ കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ തിരിച്ചുവരവിനുള്ള പടമാണ്. ആവശ്യമില്ലാതെ ഇക്ക ഫാൻസും സുഡാപ്പി കൂട്ടവും മാന്താൻ നിൽക്കണ്ട. പൃഥ്വിരാജിനെ കൂടെ കൊണ്ടുവന്ന് നടന്നതാണല്ലോ കുറച്ചുനാൾ. ആ പരിഗണന നൽകി ഡീഗ്രേഡിൽ നിന്നും മാറി നിന്നു. അപേക്ഷയല്ലോ. ഈ പടത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും 3ാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറയിലുള്ളവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പടത്തിന് എന്തെങ്കിലും മോശം സംഭവിച്ചാൽ മോഹൻലാൽ എന്ന നടൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്ലാൻ ബി ഉടൻ നടപ്പാകും. പലവട്ടം വേണ്ടെന്ന് വെച്ചും മാറ്റിവെച്ച ചില തീരുമാനങ്ങൾ അതിവേഗം നടപ്പാക്കും. കാര്യങ്ങൾ പിന്നെ വലിയ പൊല്ലാപ്പാകും. വർമ്മ സാറേ, യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല.